ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എന്തുകൊണ്ടും വളരെയധികം ആശ്വാസമുള്ളൊരു ദിവസമാണ്. ഇവിടെ മഴ പെയ്തു. മരുഭൂമിയിൽ മഴ പെയ്ത കണക്ക് കുറച്ചധികം തുടർ തോൽവികൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മാച്ചും വിജയിച്ചു. ഹൈദരാബാദ് FC-ക്കെതിരെ ആണെങ്കിലും 3-1 നല്ലൊരു വിജയം നേടാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇനി പ്ലേ ഓഫാണ് ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുടർ തോൽവികൾ ഇങ്ങനെ നേരിട്ട് വരുന്ന ടീമിന് ഈ ഒരു വിജയം നൽകുന്ന ആ ഒരു പോസിറ്റിവിറ്റി, പ്ലേ ഓഫിലേക്ക് ഈ ഒരു മാച്ച് കൂടി തോറ്റിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു മോശം റിസൾട്ട് ആയിരുന്നെങ്കിലോ പ്ലേ ഓഫിലേക്ക് ഉണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് വലിയ ചേഞ്ചസ് ഉണ്ടായേനെ. എന്തായാലും ഒരു പോസിറ്റീവായിട്ട് തന്നെ ലീഗ് അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ലീഗിലെ ലാസ്റ്റ് മാച്ചിൽ വിജയം നേടിയതോടുകൂടി 33 പോയിന്റിലേക്ക് എത്താനും ടീമിന് സാധിച്ചിട്ടുണ്ട്. 10 വിജയങ്ങൾ ടീം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സെക്കൻഡ് ഫേസിൽ ബ്ലാസ്റ്റേഴ്സ് നേടുന്ന രണ്ടാമത്തെ മാത്രം വിജയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ദുർബലരായിട്ടുള്ള ഹൈദരാബാദ് FC-ക്കെതിരെയാണ്. ഈ ഒരു മാച്ചിലെ പെർഫോമൻസും ഇവിടുത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസും കണ്ടിട്ട് നമുക്കൊരിക്കലും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു വിജയം അത് ടീമിന് നൽകുന്ന ആ ഒരു പോസിറ്റിവിറ്റി അത് തീർച്ചയായിട്ടും വലുത് തന്നെയാണ്, പ്രത്യേകിച്ചും പ്ലേ ഓഫിലേക്ക് കടക്കുന്ന ഒരു ടീമിന്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ ആ ഒരു 30 മിനിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഹൈദരാബാദ് പോലൊരു ഏറ്റവും താഴെക്കടലിൽ കിടക്കുന്ന ഒരു ടീമിനോട് പോലും ആ ഒരു കൺട്രോൾ കിട്ടാത്ത രീതിയിൽ ഈ മാച്ചിലും ഒരു മോശം റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് ശരിക്കും ഭയപ്പെട്ടു. കാരണം ആ രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു മാച്ച് തുടങ്ങിയത്. ഹൈദരാബാദ് FC നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്യുന്നു. അവർ ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിലേക്ക് വരുന്നു, കൃത്യമായിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, കോർണേഴ്സ് ഒരുപാട് വിൻ ചെയ്യുന്നു, നമ്മുടെ ബോക്സിനകത്തേക്ക് ഒരുപാട് തവണ കയറുന്നു, ഷോട്ടുകൾ എടുക്കുന്നു. മറുപുറത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പന്ത് ഹോൾഡ് ചെയ്യാനോ ബിൽഡപ്പ് ചെയ്ത് മധ്യനിര വഴി മുന്നേറ്റ നിരയിലേക്ക് എത്താനോ സമ്മതിക്കാത്ത തരത്തിൽ അവർ കൃത്യമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ റീസെന്റ് ആയിട്ട് ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് ഹൈ പ്രസ്സിംഗിൽ ബ്ലാസ്റ്റേഴ്സ് ബീറ്റ് ആവുന്ന ആ ഒരു കാര്യം. അത് ഈ ഒരു മാച്ചിന്റെ തുടക്കത്തിൽ നമ്മൾ ഫീൽ ചെയ്തു. ഈ പറഞ്ഞ പോലെ ഗോൾ കിക്ക് എടുക്കേണ്ട സിറ്റുവേഷൻസിൽ പോലും ആ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ ടീം അനുവദിക്കുന്നില്ല. 2 സ്ട്രൈക്കേഴ്സ് മുന്നോട്ട് കയറി നിന്നിട്ട് ഗോൾ കീപ്പറിനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ലോങ് കിക്ക് എടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെ ബാക്കിൽ പന്ത് ഹോൾഡ് ചെയ്യാനോ പന്ത് കൃത്യമായിട്ട് പാസ് ചെയ്ത് കളിക്കാനോ തുടക്കത്തിലെ ഒരു 30 മിനിറ്റ് ഹൈദരാബാദ് FC ബ്ലാസ്റ്റേഴ്സിനെ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു മാച്ചിലൊരു ടേണിംഗ് പോയിന്റ് വന്നത് ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്കാണ്. ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധി വരെ റിക്കവർ ആകുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ കണ്ടത്. ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം ഫസ്റ്റ് ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വന്നു. പിന്നെ ആ ഫസ്റ്റ് 30 മിനിറ്റ്സിൽ കണ്ട അത്രയും ഒരു പ്രശ്നം അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കും വരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും ബോൾ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ബോൾ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഫ്രണ്ടിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഓപ്പൺ ടീമിന്റെ ബോക്സിനകത്ത് കയറുന്ന കണക്കുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് കണ്ടത്. സോ ഒരു മാച്ചിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ്. അവിടെ എന്താണോ ഇവാൻ ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഒരു മാച്ചിൽ വർക്കായിട്ടുണ്ട്. ആ തിരിച്ചുവരവ് ഈ ഒരു മാച്ചിലുടനീളം പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വീണ്ടും 2 ഗോൾ സ്കോർ ചെയ്യാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. സോ ആ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം കിട്ടിയ ഒരു റിതം അത് ഒരുപാടൊന്നും കളയുന്ന രീതിയിൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് മാറാത്തത് ഈ ഒരു മാച്ചിൽ ആ ഒരു വിജയത്തിന് കാരണമായിട്ടുണ്ട്. ആൻഡ് ഒരു ക്ലീൻ ഷീറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു, ആഗ്രഹിച്ചു. ഈ സെക്കൻഡ് ഫേസിൽ ഒരു ക്ലീൻ ഷീറ്റ് പോലും ബ്ലാസ്റ്റേഴ്സിന് ഇല്ല. സോ അത് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ആൻഡ് നമ്മൾ ഇതിനു മുൻപുള്ള മാച്ചിലും പറഞ്ഞതുപോലെ തന്നെ ടാക്ടിക്സോ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ റോളുകളെ പറ്റിയോ ഒരുപാടൊന്നും സംസാരിക്കാനുള്ള ടൈപ്പ് മാച്ചുകളല്ല. ഇവിടെയും പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ പറ്റി തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇംപ്രസ് ചെയ്ത പെർഫോമൻസ്, മികച്ച രീതിയിൽ തോന്നിയ പെർഫോമൻസുകളെ പറ്റി സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. അത് ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും കഴിഞ്ഞ 2 മാച്ചിൽ നമ്മൾ ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയ പെർഫോമൻസ് അല്ലെങ്കിൽ വളരെയധികം ഹോപ്പ് നൽകുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് സൗരവ് മണ്ഡലിൻ്റെതാണ്. വളരെ വൈകിയാണ് അദ്ദേഹം ആ ഒരു സ്ക്വാഡിലേക്ക് വരുന്നത്. ഇഞ്ചുറീസും അതിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ട് തുടക്കത്തിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നില്ല. പക്ഷെ അദ്ദേഹം അവൈലബിൾ ആയതിനു ശേഷവും അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവായിരുന്നു. എന്നാൽ കിട്ടിയ അവസരം നിലവിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് സൗരവ് മണ്ഡൽ. ഈ ഒരു മാച്ചിൽ 2 അസിസ്റ്റുകളാണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് ഈ അസിസ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും അത്ര ഉറപ്പ് നൽകിയിരുന്ന ടൈപ്പ് ഓഫ് ഒരു പെർഫോമൻസ് ആയിരുന്നില്ല സൗരവിൻ്റേത്. എന്നാൽ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ഈ ലാസ്റ്റ് 2 മാച്ചുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാസുകൾ, അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നത്, ബോളായിട്ട് മൂവ് ചെയ്യുന്നത്, ത്രൂ പാസുകൾ കൊടുക്കുന്നത്, സാധാ പാസുകൾ കൊടുക്കുന്നത് ആൻഡ് ക്രോസുകൾ, ഇവിടെ എല്ലാം നമുക്കൊരു ഉറപ്പ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ മാച്ചിലും പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം അത് കുറച്ചുകൂടി ഉറപ്പിലേക്ക് നമുക്കത് തരുന്നുണ്ട്. ഈ മാച്ചിൽ നേരത്തെ പറഞ്ഞ 2 അസിസ്റ്റുകളും നല്ല രീതിയിലുള്ള ഒരെണ്ണം ഒരു ക്രോസ് ആണെങ്കിൽ മറ്റേത് ഓവർലാപ്പ് ചെയ്ത് കൃത്യമായിട്ട് പാസ് വാങ്ങിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് ടച്ച് എടുത്ത് രണ്ടാമത്തെ ടച്ചിൽ കൃത്യമായി ദേസുകയെ കണ്ടെത്തിയിട്ടുള്ള ഒരു അസിസ്റ്റാണ്. ഈ 2 അസിസ്റ്റിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാക്കിയ ഗോളുകളാണെന്ന് പറയാം. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗോള് അസിസ്റ്റ് മാറ്റിയെടുത്താൽ പോലും അതിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിൽ റൈറ്റ് ബാക്ക് ആയിട്ടാണ് അദ്ദേഹം കളിച്ചത്. എന്നാൽ ഈ ഒരു മാച്ചിൽ കിട്ടിയ പൊസിഷൻ അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സൗരവിന് സാധിച്ചിട്ടുണ്ടായി. വളരെയധികം പ്രതീക്ഷയാണ്. പ്രത്യേകിച്ചും രാഹുൽ ഫോമോട്ടായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആ ഒരു പൊസിഷൻ എന്തുകൊണ്ടും ഇതിൻ്റെ കൈകളിൽ ഭദ്രമാവും എന്ന് ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പെർഫോമൻസ് പ്ലേ ഓഫിലും കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ റൈറ്റ് വിങ്ങിൽ ഇതുവരെ കിട്ടാതിരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് നമുക്ക് സൗരവിലൂടെ ഒരുപക്ഷെ കിട്ടിയേക്കും. രണ്ടാമതായിട്ട് തോന്നിയ പെർഫോമൻസ് ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് എയ്മിൻ്റെതാണ്. 1 ഗോളും 1 അസിസ്റ്റും ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് എയ്മൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഡിസർവിംഗ് ആയുള്ള ഒരു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും അതിന് കിട്ടുന്നുണ്ട്. അതിന്റെ ബോൾ മൂവ്മെന്റ് ആണെങ്കിലും നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്. അതിന്റെ വിത്ത് ദ ബോൾ ഹാൻഡ്ലിംഗ് ആണെങ്കിലും ആ ബോൾ ബോക്സിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നതാണെങ്കിലും ഈ ഒരു മാച്ചിൽ നിഹാലിലേക്ക് വെച്ച് കൊടുത്ത ഒരു പാസ് ആണെങ്കിലും അതുപോലെ തന്നെ കോമ്പിനേഷൻ കളിക്കുന്ന കാര്യത്തിലേക്ക് എയ്മൻ ഈ ഒരു മാച്ചിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു മാച്ചിലും എയ്മന്റെ പെർഫോമൻസും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ലാറ ശർമ്മയുടെ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ മാച്ചിലും അതിന്റെ പെർഫോമൻസ് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. പ്ലേ ഓഫിലേക്ക് വരുമ്പോഴും അതിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും ഒരു ക്ലീൻ ഷീറ്റ് ഡിസർവിംഗ് ആവുന്ന രീതിയിലുള്ള സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചില ഷോട്ടുകളൊക്കെ ഈസി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഹൈറ്റ് അഡ്വാൻറ്റേജ് കൊണ്ട് ചില ഈ ടോപ്പ് കോർണറിലേക്കൊക്കെ പോകേണ്ട പന്തുകൾ കൃത്യമായിട്ട് അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കുന്നുണ്ട്. ചില സമയത്ത് ഫസ്റ്റ് ടൈം ക്യാച്ച് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിലും ആ ഒരു ടോപ്പ് കോർണറിലേക്ക് കൃത്യമായി ഡേഞ്ചർ ആവേണ്ട ഒരു പന്താണ് അദ്ദേഹം ആ രീതിയിൽ സേവ് ചെയ്യുന്നത്. സോ ആ സേവുകളൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കരഞ്ജിത്തിന് ഇല്ലാതിരുന്ന ഈ ഒരു ആ ഒരു റിഫ്ലക്സും ആ ഒരു മൂവ്മെന്റ്സിലുള്ള പേസും നമുക്ക് ലാറയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് എന്തുകൊണ്ടും ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. ആൻഡ് ഈ മാച്ചിൽ ഒരു ക്ലീൻ ഷീറ്റ് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അവസാന നിമിഷം വീണ്ടും ഒരു സെറ്റ് പീസിൽ നിന്നാണ് മറ്റൊരു ഗോൾ കൂടി ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയുള്ളത്. സെറ്റ് പീസിലെ ഒരു സെക്കൻഡ് ബോൾ വഴി ഈ സീസണിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു ഗോൾ ബ്ലാസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ക്ലീൻ ഷീറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ എപ്പോഴും ബാക്കിയുണ്ട് ലാറ ശർമ്മയുടെ പെർഫോമൻസിൽ. ആൻഡ് റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഹോർമി ഈ ഒരു മാച്ചിൽ കളിച്ചത്. അതായത് ഇനി പ്ലേ ഓഫിൽ ആ ഒരു പൊസിഷനിൽ ചിലപ്പോൾ കാണില്ലായിരിക്കും സന്ദീപ് അവൈലബിൾ ആണെങ്കിൽ. പക്ഷേ ആ ഒരു പൊസിഷൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്തതുപോലെയാണ്. ഓവർലാപ്പിംഗ് ഉണ്ടായിരുന്നു, 1-2 നല്ല ക്രോസ് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു സൈഡിൽ സൗരവായിട്ടുള്ള ആ ഒരു ലിങ്കപ്പും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സൈഡിൽ ഈ പറഞ്ഞ പോലെ റൈറ്റ് ബാക്കിൽ ഹോർമിയെ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അദ്ദേഹം പെർഫോം ചെയ്തതുപോലെ ഫീൽ ചെയ്തു. സോ ഹോർമി പാം ഈ ഒരു മാച്ചിൽ ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത ഒരു പ്ലെയർ ആയിട്ട് പറയാം. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മാച്ചിലും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് അസറാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും അദ്ദേഹം വളരെ നീറ്റായിട്ട് അതിന് കിട്ടിയ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള പേസുള്ള ഫിസിക്കലി ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിങ്ങേഴ്സ് വരുമ്പോൾ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കഴിഞ്ഞ 2 മാച്ചിലും അത്രയും അദ്ദേഹത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പണന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗോവയ്ക്കെതിരെ ഒഡീഷ എഫ്സിക്കെതിരെ വരുമ്പോൾ വീണ്ടും അസറിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ 2 മാച്ചുകൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ട് തന്നെ അസറിനെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ മാച്ചിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ ബോൾ ക്യാരി ചെയ്യുന്നതും അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അസറും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മാച്ചിൽ ഡെലിവറി ആയിട്ടുള്ളത്. ആൻഡ് എടുത്ത് പറയണം എന്ന് തോന്നിയ മറ്റൊരു പ്ലെയർ ഇഷാൻ പണ്ഡിതയാണ്. അദ്ദേഹം ഈ ഒരു മാച്ചിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ നമ്മൾ കിട്ടില്ല എന്ന് കരുതുന്ന പല ബോളുകളും അദ്ദേഹം ചേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ചില പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടേക്കോ നമ്മൾ കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പാകത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അതിൻ്റെ ഷോട്ടുകൾ മാറുന്നില്ല എന്നുള്ളത്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇഷാൻ പണ്ഡിതക്കില്ല. പക്ഷേ ഈ പറഞ്ഞ സ്ട്രൈക്കിങ്ങിൽ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവിടെ അദ്ദേഹം ഉണ്ട് എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പേസ് കൊണ്ട് പന്ത് ചേസ് ചെയ്തെടുക്കുന്നതാണെങ്കിലും പാസുകൾ കൊടുക്കുന്നതാണെങ്കിലും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് റണ്ണ് കൊടുത്ത് ആ ഒരു പ്ലെയറിനെ ഫൈൻഡ് ചെയ്യാൻ പാകത്തിന് കൃത്യമായിട്ട് റണ്ണ് കൊടുക്കുന്നതാണെങ്കിലും അവിടെയൊക്കെ ഇഷാൻ ആക്റ്റീവാണ്. അതിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ആ ഒരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം, അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, അത് എങ്ങനെ എവിടേക്ക് ഷോട്ട് എടുക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ഒരു നല്ല ഡേഞ്ചറസ് ആയുള്ള സ്ട്രൈക്കറായി മാറാൻ എന്തുകൊണ്ടും കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഇഷാൻ പണ്ഡിത. ഒരുപാട് മാച്ചുകൾ കളിക്കാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു ഫിനിഷിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം ഇഷാൻ പണ്ഡിതയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഈ 2 മാച്ചുകൾ കൊണ്ട് തന്നെ ഗോൾ നേടാൻ പറ്റുന്ന അത്രയും അവസരങ്ങൾ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കഴിഞ്ഞ മാച്ചിൽ അതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എതിർത്തൊരു കാര്യമാണ്. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ പെർഫോമൻസിൻ്റെ കേസിലും അദ്ദേഹം ആക്റ്റീവായിട്ട് കളിക്കുന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച അദ്ദേഹം വരുത്തിയിട്ടില്ല. പക്ഷേ ഫിനിഷിംഗ് നന്നാക്കിയാൽ മാത്രമാണ് ഒരു ഗോളിന്റെ രൂപത്തിലേക്ക് വരികയും സ്കോർ ലൈൻ വൈസ് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുക. അദ്ദേഹത്തിനൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഒരു സ്ട്രൈക്കറിന്റെ അഭാവവും ഇവിടെ കാണുന്നുണ്ട്. എയ്മൻ ആണെങ്കിലും കഴിഞ്ഞ മാച്ചിൽ കളിച്ച നിഹാലാണെങ്കിലും അദ്ദേഹത്തിലേക്കുള്ള പാസുകൾ, അദ്ദേഹത്തെ ഫ്രണ്ടിൽ നിർത്തി പാസ് കൊടുക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഉറപ്പാണോ എന്നറിയില്ല. സോ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് റിസൾട്ടിൽ നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്ലേ ഓഫിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു മാച്ചിന്റെ റിസൾട്ട് മാറിയിട്ടുണ്ട്. ഹൈദരാബാദ് FC അത്ര സ്ട്രോങ് ആയ ടീമൊന്നും അല്ല. എന്നാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 3 ഗോളിന്റെ വിജയം ഈ ഒരു ടീമിന് ഒരു പോസിറ്റീവ് ആ ഒരു മെന്റാലിറ്റി, പ്രത്യേകിച്ചും ഈ ഒരു മാച്ചിൽ തന്നെ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം ആ ഒരു ടീമിന്റെ കോൺഫിഡൻസ് ലെവൽ മാറിയിട്ടുണ്ട്. സോ ഒരു ടീം കോൺഫിഡൻസ് ആണ് ലാക്കിയതെങ്കിൽ ഒരു പക്ഷേ ഇത് വിജയത്തോടെ അത് സ്വന്തമാക്കാൻ ടീമിന് സാധിച്ചിട്ടുണ്ടാവും. ആൻഡ് മലയാളി താരങ്ങളായുള്ള മുഹമ്മദ് ഐമനും നിഹാലും അവരുടെ ഫസ്റ്റ് ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്ക് 2 പുതിയ ഗോൾ സ്കോറേഴ്സിനെ കിട്ടി. ഡെയ്സുക്കെ സക്കായും ഗോൾ അടിച്ചു. സൗരവ് മണ്ഡലിന് 2 അസിസ്റ്റ് ഉണ്ടായിരുന്നു. ലാറ ശർമ്മയുടെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. ബാക്ക് ലൈൻ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ മാച്ചുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലെസ്കോച്ചും മിലോസും കുറച്ചുകൂടി ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെറ്റ് പീസിലൂടെ വഴങ്ങിയ ഒരു ഗോൾ ഈ ഒരു മാച്ചിലും ഒരു പാഠമാണ്. സോ ഇനി പ്ലേ ഓഫിലാണ് കളി ബാക്കിയുള്ളത്. അവിടേക്ക് വരുമ്പോൾ പരിക്ക് മാറി പ്ലേയേഴ്സ് തിരിച്ചു എത്തുമെന്നും അവിടുത്തെ പെർഫോമൻസ് ഒരു വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കിയിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ സെമി ഫൈനലിലേക്കും പിന്നെ ഫൈനലിലേക്കും പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന ISL ട്രോഫിയിലേക്കും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു മാച്ചിൽ ഞാൻ പറയാതെ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.